നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ലോണായിട്ട് എത്ര എമൗണ്ടാണ് വേണ്ടത്? സർ, ഒരു 10 ലക്ഷം. 10 ലക്ഷമോ? ഈ സാലറി സ്ലിപ്പിന് 10 ലക്ഷമോ? നിങ്ങളുടെ മന്ത്ലി സാലറി 40,000 രൂപയാണ്. ആനുവൽ ഇൻകം 5 ലക്ഷം രൂപ തികച്ചില്ല. പിന്നെ എങ്ങനെ 10 ലക്ഷം രൂപ ലോൺ തരും? 10 ലക്ഷം രൂപയുടെ അത്യാവശ്യമുള്ളതുകൊണ്ടാണ് സർ. സാർ, എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം. എങ്ങനെ റെഡിയാക്കി തരാൻ? ഈ സാലറി സ്ലിപ്പ് വെച്ച് മാക്സിമം 2 ലക്ഷം. അത് മതിയെങ്കിൽ ഞാൻ പാസ്സാക്കി തരാം. വെറും 2 ലക്ഷം രൂപയോ? തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടോ നോക്കിയിട്ട് ഏത് ധനകാര്യ സ്ഥാപനവും ലോൺ തരൂ. 2 ലക്ഷം ലഭിക്കണമെങ്കിൽ തന്നെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ജാമ്യം നിൽക്കുകയും വേണം. ഗവൺമെന്റ് എംപ്ലോയിയുടെ ജാമ്യം? ലോൺ തരാൻ മനസ്സിലെങ്കിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പോരെ സർ. സാറാ ഫയലിംഗ് എന്ന് പറു വാ. ലോൺ കിട്ടില്ല അല്ലേ പ്രിയൻ ചേട്ടാ? ഞാൻ എന്താ ചെയ്യാ? അച്ഛനോട് ഞാൻ എന്താ പറയാ? ലോൺ കിട്ടില്ല എന്ന് പാറുവിനോട് ആരാ പറഞ്ഞേ? PVI ബാങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ എങ്ങനെയെങ്കിലും ലോൺ ശരിയാക്കി തരും. ഞാൻ അവനെ വിളിച്ച് പറയാം. പാറുവാ. പ്രദീപ്. പാറു, ഇത് പ്രദീപ്. ഞാനും പ്രദീപും 3 വർഷം ഒന്നിച്ച് പഠിച്ചതാ. പഴയ ഫ്രണ്ട്സിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉള്ളത് ഇവനുമായിട്ട് മാത്രമാണ്. ലോണിന്റെ കാര്യം ഇവൻ മാനേജറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഇത് പാറു. സോറി, പാർവതി. ഇവക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു. മാനേജറോട് നീ സംസാരിച്ചല്ലോ അല്ലേ? മാനേജർ എന്താ പറഞ്ഞത്? ലോൺ കിട്ടുമല്ലോ അല്ലേ? നീ ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ സംസാരിച്ചോണ്ടിരിക്കാതെ പറയാൻ എനിക്കൂടെ ഒരു ഗ്യാപ്പ് താ. ഓ സോറി, ഞാൻ ഈ ടെൻഷനില്. പൈസക്ക് ആവശ്യം ഈ കുട്ടിക്കല്ലേ? ഈ കുട്ടിക്കില്ലാത്ത ടെൻഷനാണല്ലോ നിനക്ക്. പാറുവിന് നല്ല ടെൻഷനുണ്ട്, പുറത്ത് കാണിക്കാത്തത്. അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. മനസ്സിലായി മനസ്സിലായി. ലോൺ നിനക്കാണെന്ന് പറഞ്ഞാൽ മതി, ഈ കുട്ടിക്കാന്ന് പറയണ്ട. ഈ കുട്ടിക്ക് ഇവിടെ അക്കൗണ്ട് ഇല്ലല്ലോ. നീ വാ. സാർ, എൻ്റെ ഒരു ഫ്രണ്ടിന് ലോൺ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇതാ ഇയാളാ. പ്രദീപ് എന്നോട് പറഞ്ഞിരുന്നു. ഇരിക്കെ. നിങ്ങളിൽ ആർക്കാ ലോൺ വേണ്ടത്? എനിക്കാണ് സർ. ഇത് പാർവതി. ഞങ്ങൾ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാ. എനിക്ക് വേണ്ടിയാ പ്രിയൻ ചേട്ടൻ ലോൺ എടുക്കുന്നത്. പാറു, ലോണ് നിങ്ങൾക്കാണെന്ന് നിങ്ങൾ പറയുന്നു, ഈ കുട്ടിക്കാണെന്ന് കുട്ടി പറയുന്നു. നിങ്ങളുടെ പേരിൽ ഞാൻ ലോൺ തന്നു വയ്ക്കുക. നിങ്ങൾ തിരിച്ചടവ് മുടക്കുക. സ്വാഭാവികമായും ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കുക. എനിക്ക് വേണ്ടിയല്ല ഞാൻ ലോൺ എടുത്തത്, ആ കുട്ടിക്ക് വേണ്ടിയാ. ആ കുട്ടിയോട് പോയി ചോദിക്കുന്ന നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. തിരിച്ചടവ് മുടങ്ങില്ല. ഞാൻ കൃത്യമായിട്ട് അടച്ചോളാം. ലോണിന് വരുമ്പോ എല്ലാവരും ഇങ്ങനെ തന്നെയാ പറയുക. 100 പേര് ലോൺ എടുത്താൽ അതിൽ 10ഓ 15ഓ പേര് മാത്രമേ കൃത്യമായി ലോൺ തിരിച്ചടക്കുകയുള്ളൂ. മാസം EMI അടയ്ക്കാനുള്ള വരുമാനമൊക്കെ എനിക്കുണ്ട് സർ. മുടങ്ങില്ല. പ്രദീപിന്റെ റെക്കമെൻഡേഷൻ അല്ലേ? ലോൺ തരാൻ പറ്റില്ലെന്ന് ഞാൻ എങ്ങനെയാ പറയുക? എത്രയാ വേണ്ടത്? സർ, 10 ലക്ഷം രൂപ. കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾ ജാമ്യം നിൽക്കുകയല്ല, നിങ്ങളുടെ പേരിൽ തന്നെ ലോൺ എടുത്തു കൊടുക്കുന്നു, അതും 10 ലക്ഷം രൂപ. ഈ കുട്ടിയെ നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ? അതെ സർ. സർ, എനിക്ക് വേണ്ടത് പേഴ്സണൽ ലോണാണ്. എൻ്റെ സാലറി സ്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഹലോ, PVI ബാങ്ക്. ഞാൻ കൈലാഷ, PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD. ഗുഡ് മോർണിംഗ് സർ. ഞാൻ സീനിയർ മാനേജർ വിപിൻ ദാസ് ആണ് സർ. സാറിനെ ഞാൻ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യേണ്ടത്? പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് ചോദിച്ചോണ്ട്
നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ആരും എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു ലാസ്റ്റ് വീക്കില്. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പോൾ വിളിച്ചത്. ഞാൻ തന്നെയാ സാറിനെ കോൺടാക്ട് ചെയ്തത്. സാറിന് പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടോ? 40 lakhs rupees ഉടനെ സാങ്ഷൻ ചെയ്യുമെങ്കിൽ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സർ, ഞങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താ 40 lakhs അല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് 1 crore സാങ്ഷൻ ചെയ്തു തരാം. ഓക്കെ. അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാ? അങ്ങനെ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല സർ. സാർ നാളെ ബാങ്കിൽ വന്ന് 2-3 ഫോം സൈൻ ചെയ്യണം. ഓക്കെ. ആധാറിന്റെയും പാൻ കാർഡിന്റെയും കോപ്പി കൂടി കൊണ്ടുവരണം. ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. പ്രദീപേ, നാളെ ഒരു VIP കസ്റ്റമർ വരും. വലിയ ബിസിനസ്മാനാ. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് ഷെയർ ചെയ്ത് തരാം. നീ അത് ഫോളോ അപ്പ് ചെയ്യണം. ഷുവർ സർ. നാളെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു SBI അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഉടനെ 1 crore ലോൺ സാങ്ഷൻ ചെയ്യേണ്ടി വരും. നീ അതിന്റെ പേപ്പർ റെഡിയാക്കി ചീഫ് മാനേജറുടെ ടേബിളിൽ വെക്കണം. ചീഫ് മാനേജറോട്